ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലൗസിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ എൻ്റെ പനിയൊക്കെ ഏതാണ്ടൊക്കെ ഇപ്പം മാറി. അപ്പോൾ കുറച്ച് ചുമയൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പൊട്ടാറ്റോ ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അത് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, വീട്ടിലുള്ള ഹോം മെയ്ഡ് സാധനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ പൊട്ടറ്റോ എന്തായാലും നമ്മുടെ വീട്ടിൽ കാണാണ്ടിരിക്കുകയല്ലോ, പൊട്ടറ്റോ തൈരും. അപ്പം പൊട്ടറ്റോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ ആ കറുത്തപാടൊക്കെ നമ്മുടെ മുഖത്തുനിന്ന് പെട്ടെന്ന് നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറ്റും. അപ്പം ആ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിന്ന് പൊട്ടറ്റോ ഫേഷ്യലിന് വേണ്ടത് ആദ്യം ഒരു പൊട്ടറ്റോ എടുക്കണം. അപ്പോൾ ഞാൻ വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ടേ. അപ്പം ഞാൻ തൈര് കൊണ്ടാണ് ആദ്യം ക്ലെൻസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു സൺസ്ക്രീൻ ലോഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ, അത് നല്ല ഇതുണ്ടേ. അപ്പം ഞാനിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് മുഖം കഴിഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയി വന്നതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് തേച്ച് നിൽക്കണം. എങ്ങും പോകുന്നില്ലെങ്കിൽ രാവിലെ നമുക്ക് കുളിക്കണതിന് മുമ്പ് ഒരു കുറച്ച് നേരം തേച്ച് നിൽക്കാം. അപ്പം ഞാൻ കുളിക്കണേക്കാട്ടും മുമ്പ് ഞാനിപ്പോൾ അത് തേച്ചേ ഉള്ളൂ. നല്ല ഒരു ഇതുണ്ട്, നല്ല ഗ്ലോയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മളൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചാൽ മതി. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് തൈര് കൊണ്ടാണ് ക്ലെൻസ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് പച്ചപ്പാൽ കൊണ്ട് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഖത്തെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ പോകും. നമുക്കറിയാൻ പറ്റും ഈ പഞ്ഞി തന്നെ നമ്മുടെ അഴുക്ക്. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ നല്ല കേട്ടോ, ഹോം മെയ്ഡ് സൺസ്ക്രീൻ. ഞാനത് എല്ലാവരും പോയി ഒന്ന് കാണുന്നത്. അപ്പോൾ അത് ഞാനത് ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഞാനതിപ്പോൾ രാവിലെ ഇടുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തേച്ച് പുരട്ടുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഇത്. അത് ഇതിലൊക്കെ ഭയങ്കര പൊടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് സ്ക്രബാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് സ്ക്രബിങ് ആണ്. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ ആ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നീരല്ല, ഞാൻ മൊത്തമായിട്ട് അടിച്ചേക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ചൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മുഖത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. എനിക്ക് തന്നെ അതിശയം വരുന്നു. ഞാൻ ആ സൺസ്ക്രീൻ ലോഷൻ ഉണ്ടാക്കിയിട്ടേ അതിട്ട് കൊടുത്തിട്ട് നല്ല മുഖം നല്ല ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് നന്നായിട്ട് മുഖത്ത് എല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക്
കണ്ണിപ്പോയി. ഈ പൊട്ടറ്റോ നീര് ഭയങ്കര നല്ല കേട്ടോ അമ്മത്തിന്, കറുത്ത പാടൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് യൂസ് ചെയ്ത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അരച്ചെടുത്തേക്കണല്ലേ, അതിൻ്റെ കുറച്ച് നീര് അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കഴുകിക്കളഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. പൊട്ടറ്റോ ഞാൻ പുഴുങ്ങാതെ ആയിട്ട് അരച്ച്, പച്ചക്കാണ് ഞാൻ അരച്ചെടുത്ത് വെക്കണം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പാക്കാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പൊട്ടറ്റോയുടെ നീര് പിന്നെ അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഓട്സിൻ്റെ പൊടി, ഓട്സിൻ്റെ പൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കടലമാവുള്ളവരാണെങ്കിൽ കടലമാവ് ഇടാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു 2-3 ഉള്ളി ചെറുനാരങ്ങ നീരിടുന്നുണ്ട്. പിന്നെ നമ്മളിടുന്നത് ഒരു എഗ് വൈറ്റ്, അപ്പം ഇത്രയാണ് നമ്മൾ പാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ട്, പിന്നെ ഓട്സിൻ്റെ പൊടിയുണ്ട്, കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട്, ഉരുളക്കിഴങ്ങാണെങ്കിൽ പാടും ഇതൊക്കെ നമ്മുടെ മാറ്റും. അപ്പോൾ ഇത് പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ എന്നിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ. നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പാക്കാണത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മുഖമൊക്കെ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം.
നല്ല കട്ടിയിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി ഇടാം. അത് നമ്മുടെ മുഖത്ത് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് വാഷ് ചെയ്തിട്ട് പറ്റേ. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ അതേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് നല്ലതായിട്ട് ഞാൻ വെളുത്തു. ഒന്നാതെ പനിയൊക്കെ ആയിട്ട് മുഖമൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കണേ ഇരുന്ന്. കണ്ടോ, നോക്കിക്കേ. നല്ല വ്യത്യാസം വന്നില്ലേ? എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ നിറച്ച് ഇപ്പോൾ കുറച്ച് കറുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം. വയ്യാണ്ടിരുന്നപ്പോഴേ നമ്മുടെ കണ്ണൊക്കെ കുഴിഞ്ഞു വരില്ലേ, പനി അത്ര പനിയായിരുന്നു. അപ്പോൾ അതേ ഇത് മുഖത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതേ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. പൊട്ടറ്റോ ഫേഷ്യലെ പടിപൊളിയാട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ സൺസ്ക്രീൻ ലോഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി കാണണം. അത് നല്ല ഒരു ക്രീം തന്നെയാണ്. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.